ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നോക്കാം. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജായസി ചേത് കർമ്മണഃ തേ മദാ ബുദ്ധിഃ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജ്യായസി ചേത് കർമ്മണഃ തേ മദാ ബുദ്ധിഃ ജനാർദ്ദന. തേ മദ, അങ്ങയുടെ അഭിപ്രായം ഭഗവാനെ, അങ്ങയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് കർമ്മണഃ ജ്യായസി ബുദ്ധിഃ, കർമ്മയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയോഗം, അല്ലെങ്കിൽ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്നാണ് അങ്ങയുടെ അഭിപ്രായം എങ്കിൽ തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി. തത് കർമ്മണി, ആ ഘോരകർമ്മണി, ആ ഘോരമായ കർമ്മത്തിൽ എന്നെ എന്തിനാണ് നിയോജയസി, നിയോഗിക്കുന്നത് കേശവ, അല്ലയോ ഭഗവാനെ. അങ്ങയുടെ അഭിപ്രായം അനുസരിച്ച് കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണ് എങ്കിൽ എന്തിനാണ് ഭഗവാനെ എന്നെ ഈ ഘോരമായ ബന്ധുജനങ്ങളെയൊക്കെ വധിക്കുക എന്നുള്ള കർമ്മത്തിലേക്ക് നിയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയോഗം എന്ന് അങ്ങേക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തിനാണ് എന്നെക്കൊണ്ട് ഈ ഭീഷ്മപിതാമഹൻ, ദ്രോണാചാര്യൻ തുടങ്ങിയ ശ്രേഷ്ഠരായ ആളുകളുടെ എതിരായി നിന്ന് യുദ്ധം ചെയ്യുന്ന ആ മഹാപാതകം ചെയ്യേണ്ടി വരുന്നത്? ഈ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെങ്കിൽ എനിക്ക് ജ്ഞാനസമ്പാദത്തിനുള്ള വഴി ഉപദേശിച്ചാൽ പോരെ? എന്തിനാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഈ ഒരു കൊടിയ യുദ്ധം അല്ലെങ്കിൽ കൊടിയ പാതകം ചെയ്യിക്കാൻ അങ്ങ് പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളതാണ് അർജുനൻ്റെ ചോദ്യം. ഇവിടെ ജ്ഞാനയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ഒക്കെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും അർജുനന് വേണ്ടത്ര ഉറപ്പ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും എനിക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഭഗവാനെ. അതുകൊണ്ട് ഏതൊന്നായിരിക്കാമോ എനിക്ക് ശ്രേയസ്കരമായിരിക്കുന്നത്, അതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലാണ് അർജുനൻ ചോദിക്കുന്നത്. ഈ കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയോഗമെങ്കിൽ ഞാൻ എന്തിന് ഈ കൊടിയ പാതകങ്ങളാകുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം? ബന്ധുവധം ആകുന്ന ഘോരമായ കർമ്മങ്ങൾ ഞാൻ എന്തിന് അനുഷ്ഠിച്ച് താഴേക്ക് പതിക്കണം എന്നുള്ളതാണ് അർജുനൻ്റെ സംശയം. എതിർപക്ഷത്തെ അണിചേർന്നിരിക്കുന്ന കൗരവ സൈന്യത്തെ കണ്ടിട്ട് അതിനിടയിൽ അണിചേർന്നിരിക്കുന്ന പിതാമഹനായ ഭീഷ്മരെയും എല്ലാ അസ്ത്രവിദ്യകളും അഭ്യസിപ്പിച്ച ദ്രോണാചാര്യരെയും കുലഗുരുവായ കൃപാചാര്യരെയും ഒക്കെ കാണുകയാണ്. അപ്പോൾ ഇവരെല്ലാം വധിച്ചിട്ട് വേണമോ എനിക്ക് ശ്രേയസ്സുണ്ടാകാൻ എന്നുള്ള ചോദ്യമാണ് അർജുനൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്. ഒരധ്യായം മുഴുവൻ ഭഗവാൻ ഗീതാസാരം സംക്ഷിപ്തമായിട്ട് തന്നെ ഉപദേശിച്ച് കഴിഞ്ഞു 2-ാം അധ്യായത്തിൽ. പക്ഷേ അർജുനൻ്റെ മനോനില അല്ലെങ്കിൽ ബുദ്ധിയുടെ നിലവാരമനുസരിച്ചിട്ട് ഈ 2-ാം അധ്യായം കൊണ്ടൊന്നും വേണ്ടതായ ജ്ഞാനം അർജുനൻ ഉണ്ടാവുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇനി വരുന്ന അധ്യായങ്ങളിലെല്ലാം ഈ 2-ാം അധ്യായത്തിൻ്റെ തന്നെ ആശയങ്ങളെ ഒന്നുകൂടി വിസ്തരിച്ച് ഭഗവാൻ ഉപദേശിക്കുന്ന
രംഗങ്ങളാണ് വരുന്നത്. അവിടെ ഈ കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ഒക്കെ വിശദമായ ഉപദേശം നമുക്ക് കാണാൻ കഴിയും. അർജുനൻ്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളെയും നീക്കി അവസാനം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നെല്ലാം ഭഗവാൻ പറയുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് കർമ്മരംഗത്തേക്ക് ഉത്സുകനായിട്ട് വരുന്ന അർജുനനെ നമുക്ക് കാണാൻ കഴിയും. അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ വാക്യേന ബുദ്ധിം മോഹയസി ഇവ മേ തദ് ഏകം വദ നിശ്ചിത്യ യേന ശ്രേയഃ അഹം ആപ്നുയാം. വ്യാമിശ്രേണ ഇവ വാക്യേന, കുഴഞ്ഞു മറിഞ്ഞതുപോലെയുള്ള അങ്ങയുടെ വാക്കുകളെ കൊണ്ട് മേ ബുദ്ധി മോഹയസി ഇവ, എൻ്റെ ബുദ്ധി മോഹിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നു. തത് ഏകം വദ നിശ്ചിത്യ, അങ്ങ് ഏതെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചിട്ട് ഏന ശ്രേയഃ അഹം ആപ്നുയം, ഏതൊന്നുകൊണ്ടാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാകാൻ സാധിക്കുന്നത് ആ ഒന്നിനെ ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് എനിക്ക് ഉപദേശിച്ചാലും പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഈ ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് തോന്നുന്ന കുഴഞ്ഞു മറിഞ്ഞതുപോലുള്ള ഭഗവാന്റെ വാക്കുകളെ കൊണ്ടൊക്കെ അങ്ങ് എൻ്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇനി ഏതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് അതിനെ ഉറപ്പിച്ച് അത് മാത്രം എനിക്ക് പറഞ്ഞു തന്നാലും ഭഗവാനെ എന്നാണ് അർജുനൻ പറയുന്നത്. ഇവിടെ ജ്ഞാനയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ഒക്കെ ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ ഇതെല്ലാം ഏകദേശം കുഴഞ്ഞു മറിഞ്ഞതുപോലെയാണ് അർജുനന് മനസ്സിലായത്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഉള്ള പ്രാപ്തി അർജുനന് ഇല്ല എന്ന് സാരം. അപ്പം അങ്ങനെ ഇരിക്കെ വീണ്ടും എന്തിനും ഏതിനും ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്ന അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഇങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞു തന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യമല്ല, അതുകൊണ്ട് ഏതൊന്നായിരിക്കാമോ എനിക്ക് ശ്രേയസ്കരമാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നത് അതിനെ ഉറപ്പായിട്ട് എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് അർജുനനോട് ആവശ്യപ്പെടുന്നത്. സാധാരണ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് അയാളുടെ ബുദ്ധിയുടെ നിലവാരമനുസരിച്ചാണ് ആ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇവിടെ അർജുനനോട് വളരെ നിഗൂഢമായിരിക്കുന്ന ജ്ഞാനയോഗത്തെക്കുറിച്ചും അതിനേക്കാൾ കുറച്ച് താഴെയുള്ള കർമ്മയോഗത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അത് വേണ്ടത് എന്താണെന്ന് വേർതിരിച്ചറിയാൻ അർജുനന് സാധിക്കുന്നില്ല എന്നത് അർജുനൻ്റെ ബൗദ്ധിക നിലവാരത്തെ തന്നെയാണ് കാണിക്കുന്നത്. അത്രയും പരിപക്വമായ ഒരു നിലവാരത്തിലല്ല അർജുനൻ ഉള്ളത്. അതേസമയം ഇതേ ഉപദേശങ്ങൾ ധർമ്മപുത്രർക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ഈ 2-ാം അധ്യായം മാത്രം മതിയാകും ഒരു ഗീതോപദേശം സമർപ്പിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമാകാൻ. ഇവിടെ അർജുനൻ്റെ ബൗദ്ധിക നിലവാരം കുറവായതുകൊണ്ട് വിശദമായ കാര്യങ്ങളിലേക്ക് ഭഗവാൻ കടക്കേണ്ടതായി വരുന്നു. വളരെ വിസ്തരിച്ച് തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ഈ 2 അധ്യായത്തിന് പകരം 18 അധ്യായം ആകുന്നത്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ അനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ, അസ്മിൻ ലോകെ ഈ ലോകത്തിൽ ദ്വിവിധാ നിഷ്ഠ 2 തരത്തിലുള്ള നിഷ്ഠകളുണ്ട്.
പുരാ പ്രോക്ത മയ അനഘ, അല്ലയോ അനഘ, അഖങ്ങൾ ഇല്ലാത്തവനായ പാപരഹിതനായ അല്ലയോ അർജുന, പുരാ മയാ പ്രോക്ത, ഞാൻ പണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ എന്നാൽ പണ്ട് പറയപ്പെട്ട കാര്യങ്ങളിൽ ഈ ലോകത്ത് 2 വിധം നിഷ്ഠകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ജ്ഞാനയോഗേന സാങ്ക്യാനാം, സാങ്ക്യന്മാർക്ക് ജ്ഞാനയോഗവും കർമ്മയോഗേന യോഗിനാം, യോഗികൾക്ക് കർമ്മയോഗവും എന്നാൽ പണ്ട് പറയപ്പെട്ടിരുന്നു. അല്ലയോ അർജുന, പണ്ട് എന്നാൽ പറയപ്പെട്ട 2 നിഷ്ഠകളാണ് ഈ ലോകത്ത് ഉണ്ടായിരുന്നത്. സാങ്ക്യന്മാർക്ക് ജ്ഞാനയോഗവും യോഗികൾക്ക് കർമ്മയോഗവും. ഈ 2 മാർഗങ്ങളും ശ്രേയസ്സിലേക്കുള്ള മാർഗങ്ങൾ തന്നെയാണ്. അത് രണ്ടും വിശദമായിട്ട് തന്നെ ഞാൻ അന്ന് ഉപദേശിച്ചിരുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോയാലും ഒരു യോഗിക്ക്, കർമ്മയോഗിയായാലും ജ്ഞാനയോഗിയായാലും, അവർക്ക് പരമപദത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്നാൽ പണ്ട് പറയപ്പെട്ടതാണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ അർജുനന് ഒരിക്കലും തൃപ്തി വരില്ല. ഇനി അത് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു ബാധ്യത ഭഗവാൻ വന്നു ചേരുന്നു. അപ്പോൾ ഈ പറയുന്ന 2 രീതികളെക്കുറിച്ചും അർജുനനോട് ഭഗവാൻ ഇനി വിശദമാക്കി തന്നെ പറയുന്നു എന്നാണ്. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാധിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ ന ച സന്ന്യസനാത് ഏവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മണാം അനാരംഭാത്, കർമ്മങ്ങൾ തുടങ്ങാതിരുന്നാൽ, നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ ന അശ്നുതേ, അതിനെ നൈഷ്കർമ്മ്യം എന്ന് പറയപ്പെടുന്നില്ല. അപ്പോൾ യാതൊരു കർമ്മവും ചെയ്യാതിരിക്കുന്ന ഒരാൾ നൈഷ്കർമ്മിയാണ്, അല്ലെങ്കിൽ നൈഷ്കർമ്മ്യമാണ് പ്രാപിക്കുന്ന അവസ്ഥ എന്ന് പറയാൻ നിവൃത്തിയില്ല. പിന്നെയോ നജ സന്യസനാത് ഏവ സിദ്ധിം സമധിഗച്ഛതി. എന്നാലോ സന്യസനാത്, സമ്യക് ന്യാസം, സന്യാസം, പൂർണ്ണമായും ഉള്ള ഭൗതികതയെ ഉപേക്ഷിക്കൽ, അതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭൗതികതയെ അല്ലെങ്കിൽ ത്യാഗത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സിദ്ധിം ന സമധിഗച്ഛതി, സിദ്ധിയെ പ്രാപിക്കുന്നുമില്ല. അപ്പോൾ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കർമ്മങ്ങളൊന്നും ചെയ്യാൻ തുടങ്ങുന്നില്ല എന്നതിനർത്ഥം നൈഷ്കർമ്മ്യത്തെ പ്രാപിച്ചു എന്നല്ല. തന്നെയുമല്ല, കർമ്മങ്ങളുടെ എല്ലാം ത്യാഗം എന്ന് പറയുന്നത് സിദ്ധിയെ നേടിത്തരുന്നതും ഇല്ല. അപ്പോൾ ഈ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് അതിൻ്റെ പരിപക്വാവസ്ഥയിൽ എത്തുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു അനുഭൂതിയാണ്. അത് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം സിദ്ധിക്കുവാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഭൗതികതയെ പൂർണ്ണമായും ത്യജിച്ചു എന്നതിനർത്ഥം സിദ്ധിയെ പ്രാപിച്ചു എന്നതുമല്ല. ഇത് രണ്ടും വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ ജീവിതത്തിൽ ശ്രേയസ്സിനെ അല്ലെങ്കിൽ പരമപദത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് സന്യാസത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. നമ്മുടെ വാസനകളൊക്കെ നശിച്ച് പരിപക്വമായ അവസ്ഥയെ പ്രാപിക്കുന്നതാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ഒന്നും അനുഷ്ഠിക്കാതെ ഇരിക്കൽ അല്ല ഈ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ യുദ്ധരംഗത്ത് നിന്ന് അർജുനൻ പിന്തിരിഞ്ഞ് ഓടിപ്പോവുകയാണെങ്കിൽ അതൊരിക്കലും നൈഷ്കർമ്മ്യം എന്ന് പറയാൻ ആവില്ല.
അതുകൊണ്ട് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കർമ്മരംഗത്ത് നിന്നും മാറി ജ്ഞാനരംഗത്തേക്കാണ് പോകുന്നത്, ശ്രേയസ്കരമാകും എന്നെങ്ങാനും കരുതിയിട്ട് അർജുനൻ ഈ യുദ്ധഭൂമിയിൽ നിന്ന് വിട്ടുപോയിട്ട് ഒരു ഭിക്ഷുവാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുകൂടി ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർമ്മങ്ങൾ യഥാവിധി നമ്മൾ വേണ്ടതെല്ലാം അനുഷ്ഠിക്കുക തന്നെ വേണം. എന്തെല്ലാം കർമ്മങ്ങളാണ് നമ്മളുടെ പ്രാരബ്ധം അനുസരിച്ചിട്ട് വന്നു ചേർന്നിരിക്കുന്നത് അതെല്ലാം പൂർണ്ണമായും അനുഷ്ഠിക്കുക തന്നെ വേണം. അല്ലാതെ നമുക്ക് മാതാപിതാക്കളോടോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ പുത്രനോടോ പുത്രിയോടോ പൗത്രന്മാരോടോ ഒക്കെ ഉള്ള ധർമ്മങ്ങളെ പൂർണ്ണമായും നിരസിച്ചുകൊണ്ട് നമുക്ക് ഈ നൈഷ്കർമ്മത്തെ പ്രാപിക്കുക സാധ്യമല്ല. ആ ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് അതിൽ നിന്ന് വിരക്തി നേടുന്ന ഒരവസ്ഥയാണ് ഈ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. അത് ആ കർമ്മത്തിൻ്റെ പരിപക്വമായ ഒരവസ്ഥയാണ്. കർമ്മം ചെയ്യാതിരിക്കൽ കൊണ്ട് അത് നേടാൻ സാധിക്കുന്നതല്ല. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി ന ഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ ന ഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യതേ ഹി അവശഃ കർമ്മ സർവഃ പ്രകൃതിജൈഃ ഗുണൈഃ. കശ്ചിക്ഷണം അഭി ഒരു നിമിഷം പോലും ജാതു തിഷ്ഠതി അകർമ്മകൃത് ജന്മമെടുത്ത ഒരാൾക്ക് അകർമ്മകൃത് യാതൊരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നഹി കശ്ചിക്ഷണമഭി ഒരു നിമിഷ നേരത്തേക്ക് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. കാര്യദേഹി അവശഃ കർമ്മ സർവഃ പ്രകൃതിജൈ ഗുണൈഃ. ആ പ്രകൃതിജൈ ഗുണൈഃ പ്രകൃതിദത്തമായി കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ അനുസൃതമായിട്ട് കാര്യങ്ങൾ അവശനായിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഒരാൾക്കും ശരീരം എടുത്തു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും കർമ്മം അനുഷ്ഠിക്കാതിരിക്കുവാൻ സാധിക്കുന്നതല്ല. സ്വതസിദ്ധമായ ഗുണങ്ങൾക്കും പ്രാരബ്ധങ്ങൾക്കും ഒക്കെ അനുസരിച്ച് നിയതമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടതായി വരും. അതിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞോടുവാൻ സാധിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് സന്യാസം എന്നെങ്ങാനും തെറ്റിദ്ധരിച്ചാൽ അതങ്ങനെയല്ല എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പിക്കുകയാണ്. ജന്മമെടുത്ത ഒരാൾക്കും കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കാൻ ഒരു നിമിഷം പോലും ചെയ്യാതിരിക്കാൻ സാധ്യമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ ജീവാത്മാവിന് ആ ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ജന്മജന്മാന്തരങ്ങളായി നേടിയിരിക്കുന്ന ഗുണങ്ങൾക്ക് അനുസൃതമായി കർമ്മങ്ങൾ ചെയ്യുവാൻ വിവശരാകുന്നു. അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ഭാഗവതത്തിൽ കാളിയമർദ്ദനം എന്ന് പറയുന്ന കഥാഗോളത്തിൽ അവിടെ കാളിയൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ജന്മനാ തന്നെ രോഷപ്രകൃതമുള്ളവരാണ്, ഞങ്ങൾക്ക് എങ്ങനെ അങ്ങയെ ധ്യാനിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഗുണങ്ങളനുസരിച്ചിട്ട് അതിൽ ശാന്തത ഒരിക്കലും നേടിയെടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് പ്രകൃതിയുടെ ഒരു തത്വം തന്നെയാണ്. ഇപ്രകാരം ഓരോ കഥാപാത്രങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന തത്വങ്ങളാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ആ തത്വങ്ങളാണ് നമ്മളെ ശ്രേയസ്സിലേക്ക് അല്ലെങ്കിൽ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കാം. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃ കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.